My precious children of God, I greet each one of you in the mighty name of our Lord and Savior Jesus Christ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. Today the Lord has given us a beautiful promise of God. ഇന്ന് ദൈവം മനോഹരമായ ഒരു വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുണ്ട്. Leviticus chapter 20 verse 26 says, "And you shall be holy to me, for I the Lord am holy, and I have separated you from the people that you should be mine." ലേവ്യ പുസ്തകം 20:26 പറയുന്നു, നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിനെ ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. What a beautiful promise is this. എത്ര മനോഹരമായ ഒരു വാഗ്ദത്തമാണിത്. In this world you may be living a sinful life, ഈ ലോകത്തിൽ നിങ്ങൾ പാപപങ്കിലമായ ജീവിതം നയിക്കുകയാവാം. possessed with all kinds of sinful activities. സകലവിധ പാപപ്രവൃത്തികളും നിങ്ങളിൽ ഉണ്ടായിരിക്കാം. Satan may be all the time guiding you, do this, do that, all wrong things you may be doing. ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ നിങ്ങളെ വഴി നടത്തുകയായിരിക്കാം. നിങ്ങൾ എല്ലാ തെറ്റായ പ്രവൃത്തികളും But the ചെയ്യുകയായിരിക്കാം. Lord says, "My son, my daughter, I want you to be holy like me." എന്നാൽ ദൈവം പറയുന്നു, എന്റെ മകനെ മകളെ, നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം. How to have this blessed life? ഈ അനുഗ്രഹീത ജീവിതം എങ്ങനെ സ്വന്തമാക്കാം? If you read Ephesians chapter 2 verses 13 and 22, നിങ്ങൾ എഫേസ്യർ 2:13, 22 എന്നീ വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ we read like this. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, When God transforms us, we become His people. Before that, we have no knowledge about Him. But now, we are no longer strangers or foreigners, but fellow citizens of the household of God, and grow into a holy temple in the Lord. ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തുമ്പോൾ നാം ദൈവത്തിന്റെ ജനമായി തീരുന്നു. അതിനു മുൻപ് നമുക്ക് ദൈവത്തെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നു. എന്നാൽ ഇനി നമ്മൾ അന്യന്മാരും പരദേശികളുമല്ല, എന്നാൽ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. മാത്രമല്ല, നമ്മൾ കർത്താവിൽ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായി പണിയപ്പെടുകയും ചെയ്യുന്നു. My precious children of God, what kind of life you are leading? പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എങ്ങനെയുള്ള ജീവിതമാണ് നയിക്കുന്നത്? Just check up your life. സ്വയം പരിശോധിച്ചു നോക്കുവിൻ. Are you leading a peaceful life, നിങ്ങളുടെ ജീവിതം സമാധാന filled നിർഭരമാണ്? with the power of God, ദൈവശക്തിയാൽ നിറഞ്ഞ ജീവിതമാണ്? with the presence of God? ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ ജീവിതമാണ്? Are you troubled in your heart all the time, having all sorts of wrong things in your life? അല്ല, ജീവിതത്തിൽ സകലവിധ തെറ്റായ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ഹൃദയം നുറുങ്ങിയാണോ നിങ്ങൾ ജീവിക്കുന്നത്? Jesus came into this world to give you a new life. നിങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. He gave His life on the cross, യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി തന്റെ ജീവൻ വെടിഞ്ഞു. and through that the blood of Jesus Christ cleanses us from all kinds of sins. അതിലൂടെ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നു. If you read Acts 9th chapter, a man called Saul became Paul, a great man of God. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ശൗൽ എന്ന മനുഷ്യൻ പൗലോസ് എന്ന പേരിൽ ഒരു മഹാനായ ദൈവദാസനായി തീരുന്നത് നമ്മൾ കാണുന്നു. Romans 9:23 we read that he was a vessel of wrath. റോമർ 9:23 നമ്മൾ വായിക്കുന്നു, അവൻ ഒരു But the കോപപാത്രമായിരുന്നു. Lord in His great mercy made him a vessel of grace. എന്നാൽ ദൈവം തന്റെ വൻ കൃപയാൽ അവനെ ഒരു കരുണാപാത്രമാക്കി മാറ്റി. See all his writings in the Bible. വേദപുസ്തകത്തിലെ അവന്റെ ലേഖനങ്ങൾ എത്ര Read മഹത്തായതാണ്. it every day. ദിനം തോറും ആ ലേഖനങ്ങൾ വായിക്കുക. What a great life he had after that. അതിനുശേഷം പൗലോസിന്റെ ജീവിതം എത്ര മഹനീയമായിരുന്നു. My friends, you can also receive that blessed life right now. എന്റെ സ്നേഹിതന്മാരെ, നിങ്ങൾക്കും ആ അനുഗ്രഹീത ജീവിതം ഇപ്പോൾ സ്വന്തമാക്കാം. If you have not accepted Jesus as your Savior, right now, let us surrender before Him. നിങ്ങൾ ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മെ തന്നെ യേശുവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. Just as Saul became Paul, you also can be changed in your life. ശൗൽ പൗലോസായി രൂപാന്തരപ്പെട്ടതുപോലെ നിങ്ങൾക്കും ജീവിതത്തിൽ രൂപാന്തരം പ്രാപിക്കാം. Don't follow the ways of Satan. സാത്താന്റെ വഴികളെ പിന്തുടരരുത്. Follow the ways of Jesus Christ. യേശുവിന്റെ വഴികളെ നിങ്ങൾ അനുഗമിക്കുക. Now we are going to pray. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. Completely surrender your life. ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിക്കുവിൻ. Cry unto the Lord. ദൈവത്തോട് നിലവിളിക്കുവിൻ. Look unto the cross. ക്രൂശിലേക്ക് നോക്കുവിൻ. Father, you gave your life on the cross. പിതാവേ, ക്രൂശിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു. Just for me. എനിക്ക് വേണ്ടി
വേണ്ടി. Now cleanse me, Lord. ഇപ്പോൾ എന്നെ ശുദ്ധീകരിക്കണം. Cry, my children. മക്കളെ, നിങ്ങൾ നിലവിളിക്കുവിൻ. Right now. ഇപ്പോൾ The Lord will forgive you. കർത്താവ് നിങ്ങളോട് ക്ഷമിക്കും. Will give you a new life. നിങ്ങൾക്ക് പുതിയൊരു ജീവിതം You will നൽകും. become a new നിങ്ങൾ person. പുതിയ വ്യക്തിയാകും. Shall we cry? നമുക്ക് നിലവിളിക്കാം. Father, പിതാവേ, see your children. അങ്ങയുടെ മക്കളുടെ കണ്ണുനീർ കാണണമേ. Those who are crying to have a new life, ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി അങ്ങയോട് നിലവിളിക്കുന്നവർക്ക്, a clean life, ഒരു വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി, cleansed by the power of God, ദൈവശക്തിയാൽ വിശുദ്ധീകരിക്കപ്പെട്ട by the ജീവിതത്തിന് blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ Give them right ഇപ്പോൾ now. ആ ജീവിതം അങ്ങ് അവർക്ക് Those who are നൽകണമേ. crying, ഇപ്പോൾ അങ്ങയോട് നിലവിളിക്കുന്നവർക്ക് supply this need, ഈ Father. ആവശ്യം അങ്ങ് നിറവേറ്റി Make them കൊടുക്കണമേ. your children. അവരെ അങ്ങയുടെ Let them മക്കളാക്കണമേ. shine for your അവർ glory. അങ്ങയുടെ നാമമഹത്വത്തിനായി In ശോഭിക്കട്ടെ. Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.